ഇന്ന് നടന്ന ഓഫീസ് അറ്റൻഡർ 134/2024 എക്സാമിൻ്റെ മാത്സിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എത്ര കാലം കൊണ്ട് 2400 രൂപ 5% കൂട്ടുപലിശ നിരക്കിൽ 2646 രൂപയാകും? ഓപ്ഷൻസ്: 2 വർഷം എ, ബി 5 വർഷം, സി 6 വർഷം, ഡി 3 വർഷം. നിക്ഷേപിച്ച തുക 2400 രൂപയാണ്. പലിശ നിരക്ക് 5%. അപ്പോൾ ഒരു വർഷത്തേക്കുള്ള പലിശ കൂട്ടുപലിശ കാണാൻ വേണ്ടിയിട്ട് 2400 ഇൻറ്റു 5/100 കാണാം. മുകളിലും താഴെയുള്ള 2 പൂജ്യം വെട്ടിക്കളഞ്ഞാൽ 24 ഇൻറ്റു 5 120 ഒരു വർഷത്തേക്ക്. രണ്ടാമത്തെ വർഷത്തെ പലിശ കണ്ടുവെക്കാം. ഒരു വർഷത്തേക്ക് ഇപ്പം മുതൽ 2400 അഡീഷണൽ ആയിട്ടൊരു 120 കൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഇപ്പോൾ വന്നിട്ടുണ്ടാവുക 2520 ഒരു വർഷത്തേക്ക് ലഭിച്ചിട്ടുണ്ടാവുക. ഇത് 2646 എത്ര വർഷം കൊണ്ടാവുമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്ത വർഷത്തെ കൂടെ ചെയ്ത് നോക്കാം. 2400 പ്ലസ് 120 അടുത്ത വർഷത്തെ ഈ തുകയിൽ നിന്നാണ് 5% കാണേണ്ടത്. 2400 പ്ലസ് 120 എത്രയാണ്? 2520. ഈ തുകയുടെ 5%. ഇവിടെയുള്ള 0 വെട്ടി, ഇവിടെയുള്ള 0 വെട്ടി. 252 ഇൻറ്റു 5 ഹരിക്കണം 10. 252 ഇൻറ്റു 10 ചെയ്താൽ എത്ര കിട്ടും? 2520. അതിൻ്റെ പകുതിയായിരിക്കും 5 കൊണ്ട് ഗുണിച്ചാൽ. അപ്പോൾ എത്ര കിട്ടും? 50, 260, 260 1260 പകുതി 1260/10. താഴെയുള്ള 0 വെട്ടി, മുകളിലുള്ള 0 വെട്ടി. 126 രൂപ. അപ്പോൾ രണ്ടാമത്തെ വർഷം കിട്ടുന്ന പലിശ 126 രൂപ, ആദ്യത്തെ വർഷം കിട്ടിയത് 120 രൂപ. അപ്പോൾ 2 വർഷത്തെ പലിശ പ്ലസ് മുതലും കൂടി 2400 പ്ലസ് ആദ്യത്തെ വർഷത്തെ 120, രണ്ടാമത്തെ വർഷത്തെ 126. ഇതും കൂടി കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം കിട്ടുക 6, 4, 4 1 1 6, 2 കിട്ടും. 2646 കിട്ടി. ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. 2646 രൂപ ആവാൻ എത്ര വർഷം എടുക്കുന്നു? 2 വർഷം. ആൻസർ ഓപ്ഷൻ എ, 2 വർഷം. അടുത്ത ക്വസ്റ്റ്യൻ 72. ഇത് കുറച്ച് ഹൈഡായി കിടക്കുന്നുണ്ട്, അത് മാർക്കൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് എഴുതാം. ഓൾ റൂട്ട് 30 2/5 പ്ലസ് 23 3/10 പ്ലസ് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈസ് ഈക്വൽ ടു 2√2 ഇതിൻ്റെ ഓപ്ഷൻസ് വരുന്നത് 10 3/10, 8 4/5, 10 7/10, 7 2/5. ഇതിൽ നമുക്ക് പോസിബിളായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻസ് നമുക്ക് അപ്ലൈ ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ ഇതുള്ളൂ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യം ഇതിൻ്റെ ഈ ഫോമാറ്റ് മാറ്റാം. നമുക്ക് 30 ഇൻറ്റു ഇങ്ങനെ ആകുമ്പോൾ നമുക്കത് ഒറ്റ ഭിന്നസംഖ്യ രൂപത്തിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ 30 ഇൻറ്റു 5 ചെയ്യാം. 30 ഇൻറ്റു 5 150. 150 ഈ മുകളിലുള്ള 2 കൂട്ടുക 152. 152 ഡിവൈഡഡ് ബൈ ഇതിന് താഴെയുള്ള 5 കൊടുക്കാം. അപ്പോൾ 30 ഇൻറ്റു 5 150, 150 പ്ലസ് 2 152. 152 ഡിവൈഡഡ് ബൈ ഈ ഡിവൈഡ് 5 തന്നെ കൊടുക്കാം. പ്ലസ് സെയിം സംഭവമാണ് ഇവിടെയും ചെയ്യേണ്ടത്. 23 × 10 230 കിട്ടും. പ്ലസ് 3 233 കിട്ടും.
233 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു, ഇവിടെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്, ഇവിടെയുള്ള വാല്യൂ. ഇനി ഈസ് ഈക്വൽ ടു കൊടുത്തുള്ളത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ 2√2 സ്ക്വയർ. ഈ സ്ക്വയർ ഈ 2-നും ബാധകമാണ്, √2-നും ബാധകമാണ്. അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4 ഇൻറ്റു √2 സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ √2 സ്ക്വയർ 2 അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് വരിക. റൂട്ടിനുള്ളിലുള്ള സംഖ്യ കറക്റ്റ് റൂട്ടില്ലാത്തത് ആ റൂട്ട് ഒഴിവാക്കിയിട്ട് എഴുതുന്നതായിരിക്കും. ഈസ് ഈക്വൽ ടു 8. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള ഇത് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ LCM എടുക്കാം നമുക്ക്. ഇതിൻ്റെ LCM എടുക്കുന്നതിന് മുന്നേ ഇതിൻ്റെ 4 ഓപ്ഷൻസ് നോക്കാം. ഈ ഓപ്ഷൻസിൽ ഓരോന്ന് ഇതിലേക്ക് അപ്ലൈ ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. ആദ്യം നമുക്ക് ഈ 10 A ആയിട്ടുള്ള ഓപ്ഷൻ തന്നെ നമുക്ക് എടുത്തു നോക്കാം. 10 3/10. അതിൽ 10 3/10 ഇതിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 × 10 100, 100 + 3 താഴെ എഴുതാം. 10 × 10 100, 100 + 3 103, 103 ഡിവൈഡഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 8. ഇനി ഇത് താഴെ രണ്ടും 10 വരുമ്പോൾ നമുക്കതിൻ്റെ LCM എടുത്ത് ചെയ്യാം. ഇതിൻ്റെ LCM 10 തന്നെ ആയിരിക്കും. ഇത് 10 ആവുമ്പോൾ ഇത് താഴെ ഇത് 10 ആക്കാൻ വേണ്ടിയിട്ട് 2 കൊണ്ട് ഗുണിക്കണം. അപ്പോഴാണ് ഇത് 10 ആവുക. സെയിം വാല്യൂ മുകളിലും ഗുണിക്കണം. അങ്ങനെ ആകുമ്പോൾ 304, 152 × 2 304 മുകളിൽ വരും. അതിന് ശേഷം 233 + 103. വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഹരിച്ചതിന് ശേഷം അതിൻ്റെ ആൻസർ തമ്മിൽ കൂട്ടിയിട്ടും ചെയ്യാട്ടോ. തൽക്കാലം നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്യാം. ഇത് 304ഉം 233ഉം 103ഉം കൂട്ടിയിട്ട് 3ഉം 33ഉം 36, 36ഉം 4ഉം 40. അത് 40 കിട്ടി. പിന്നെ ഇതിൽ 300 ഉണ്ട്, ബാക്കി 200 ഉണ്ടാവും, പിന്നെ ഒരു 100 ഉണ്ടാവും. എല്ലാം കൂടി 600, 600ഉം ഈ 40 640. 640/10 ഈ 0 വെട്ടിയാൽ 64 കിട്ടും. ഈ 64 ഈ റൂട്ട് ഇടാൻ മറക്കരുത്. അപ്പോൾ √64 കിട്ടി. √64 ഈസ് ഈക്വൽ ടു 8 അല്ലേ. അപ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ ഓപ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ ആൻസർ സെയിം ആയി കിട്ടി. ഇത് 8 അല്ലേ. നേരത്തെ നമുക്ക് ഈ 2√2 അതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്വയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 കിട്ടിയിരുന്നു. ഇതും 8 അപ്പോൾ ആൻസർ ഓപ്ഷൻ എ 10 3/10. അടുത്ത ക്വസ്റ്റ്യൻ 73ാമത്തെ ക്വസ്റ്റ്യൻ. 31% 210 പ്ലസ് 49% 320 മൈനസ് 41% 120. അതായത് ആദ്യത്തെ 31% ഈ സംഖ്യയുടെ ഒരു ആൻസറും പിന്നെ അടുത്ത 49% ഈ സംഖ്യയുടെ ആൻസറും കൂട്ടിയതിന് ശേഷം ഈ ഒരു സംഖ്യയുടെ 41% കുറയ്ക്കുക. അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു സംഖ്യയുടെ 1% കാണാം ആദ്യം. 31%, 210ൻ്റെ 31% ആദ്യം കാണുന്നുണ്ട്. അപ്പോൾ 210ൻ്റെ 1% ആദ്യം നമുക്ക് കാണാം. 210ൻ്റെ 1% എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 210 × 1/100. അപ്പോൾ ഈ 0 വെട്ടി, ഈ 0 വെട്ടി. അപ്പോൾ നമുക്കിത് 21/10. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് ചെയ്യാം. ഞാൻ ബേസിക് അറിയാത്ത ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. 2.1 1%. അപ്പോൾ 1% 2.1 ആണെങ്കിൽ 31% എത്രയായിരിക്കും? 31 × 2.1 അല്ലേ. തൽക്കാലം നമുക്ക് 31 × 21 ചെയ്യാം. അപ്പോൾ എത്ര കിട്ടും? 2 6 65.1 ഇതിൻ്റെ 31% ആദ്യത്തേത്. അതിനോട് കൂട്ടേണ്ടത് എത്രയാണ്? 49% 320ൻ്റെ. അപ്പോൾ 320ൻ്റെ 1% കാണാം. 320ൻ്റെ 1% സെയിം.
32/10 ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 3.2 അതിൻ്റെ ഇതൊരു ശതമാനമാണ്. 3.2 320-ൻ്റെ അതിൻ്റെ 49% നമുക്ക് കാണേണ്ടത്. അപ്പോൾ 49 ഇൻറ്റു 3.2 ചെയ്ത് കഴിഞ്ഞാൽ $156.8. അപ്പോൾ ആദ്യത്തെ കൂട്ടാനുള്ള 2 സംഖ്യകൾ നമുക്ക് കിട്ടി. ഇനി കുറയ്ക്കാനുള്ളൊരു സംഖ്യ കൂടെ കിട്ടാണ്ട്. അത് 120-ൻ്റെ 41%. അപ്പോൾ 120-ൻ്റെ 1% എത്രയായിരിക്കും? 1.2. അത് നേരത്തെ ചെയ്ത അതേ മെത്തേഡാണ് കേട്ടോ. അത് 1% 1.2 ആണെന്നുണ്ടെങ്കിൽ 41% 41 ഇൻറ്റു 1.2 2 8 49.2. ഇനി ഇത് രണ്ടും കൂട്ടിയിട്ട് ഇത് കുറയ്ക്കുകയാണല്ലോ വേണ്ടത്. ഇത് രണ്ടും കൂട്ടിയിട്ട് ഇത് കുറയ്ക്കുക അല്ലേ. 31% 210-ൻ്റെ ആൻസറിനോട് 49% 320-ൻ്റെ ആൻസർ കൂട്ടിയതിന് ശേഷം 41% 120-ൻ്റെ കുറയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 65 156 കൂട്ടാം. 156.8 പ്ലസ് 65.1 ആദ്യം കൂട്ടാം. 9 11 12. അപ്പോൾ 221.9 കൂട്ടിയത്. ഇനി അതിൽ നിന്ന് കുറയ്ക്കേണ്ട സംഖ്യയാണ് 49.2. 221.9 മൈനസ് 49.2 ഇത് മൈനസ് ചെയ്താൽ മതി. നിങ്ങൾ 172.7 ആയിരിക്കും ആൻസർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി 172.7. അടുത്ത ക്വസ്റ്റ്യൻ 74-ാമത്തെ. ഒരേ വലിപ്പമുള്ള 3 പാത്രങ്ങളിലായി പാലും വെള്ളവും ചേർന്ന മിശ്രിതം നിറയ്ക്കുന്നു. ഓരോന്നിലും പാലും വെള്ളവും തമ്മിലുള്ള റേഷ്യോ 3:2, 2:1, 7:3. ഇവ മൂന്നും ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചാൽ ആ മിശ്രിതത്തിൽ പാലിൻ്റെയും വെള്ളത്തിൻ്റെയും റേഷ്യോ എന്തായിരിക്കും? അപ്പോൾ 3 പാത്രങ്ങളിലായിട്ട് പാലും വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട്. പാല് വെള്ളം എത്ര പാത്രമുണ്ട്? 1 2 3 പാത്രങ്ങളിലായിട്ട്. ആദ്യത്തെ പാത്രത്തിൽ എത്രയാണ്? 3 പാല് 3 വെള്ളം 2 ഈ റേഷ്യോയിലാണ് കിടക്കുന്നത്. അടുത്ത എത്രയാണ്? 2:1 രണ്ടാമത്തെ പാത്രത്തിൽ. അടുത്തത് 7:3 എന്നുള്ള അനുപാതത്തിലാണ് കിടക്കുന്നത്. ഇത് 3 ലിറ്റർ പാലാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്തതിൽ 2 ലിറ്റർ വെള്ളമാണ് വരുന്നത്. അങ്ങനെ ഇതിൽ മൊത്തം 5 ലിറ്ററിൽ 3 ലിറ്റർ പാല് 2 ലിറ്റർ വെള്ളം. അങ്ങനെ തന്നെയാണ് 2 ലിറ്റർ പാല് 1 ലിറ്റർ വെള്ളം, 7 ലിറ്റർ പാല് 3 ലിറ്റർ വെള്ളം. അങ്ങനെ മൊത്തം എത്ര ലിറ്റർ ഉണ്ടോ അത്രയും ലിറ്റർ നമ്മൾ അടുത്ത ആ ഒരു 3 ഇതിൽ പാത്രത്തിലുണ്ടായിരുന്ന ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എത്ര ലിറ്റർ ഉണ്ട്? 3 ലിറ്റർ 2 ലിറ്റർ 7 ലിറ്റർ. മൊത്തം എത്ര ലിറ്റർ ഉണ്ട്? 12 ലിറ്റർ ഉണ്ടാവും പാല്. വെള്ളമാണെന്നുണ്ടെങ്കിലോ 2 ലിറ്റർ 1 ലിറ്റർ 3 ലിറ്റർ 6 ലിറ്റർ ഉണ്ടായിരിക്കും. അങ്ങനെ 12 ലിറ്റർ പാലും 6 ലിറ്റർ വെള്ളവും ആ വലിയ പാത്രത്തിലുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ നമുക്കെങ്ങനെ വെട്ടി ചെറുതാക്കാൻ വേണമെങ്കിൽ ഇതിൽ 12.6 ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെട്ടി ചെറുതാക്കാം. ഇതിൽ 6 2 തവണ പോവും, ഇതിൽ 6 1 തവണ പോവും അല്ലേ. അപ്പോൾ ഇതിന് കിട്ടിയത് വെട്ടി ചെറുതാക്കിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള എത്രയാണ്? 2:1 കേട്ടോ. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? ഓപ്ഷൻ എ 2:1. അടുത്ത ക്വസ്റ്റ്യൻ 75-ാമത്തെ. വിട്ടുപോയ സംഖ്യ ഇത് എന്നുള്ള ഒരു ശ്രേണി കൊടുത്തിട്ടുണ്ട്. 2, 9, 28 പിന്നെ ഒരു ഡാഷ്, അതിന് ശേഷം 126 217. ഇതിലെങ്ങനെ വരുന്നത് വെച്ചാൽ വിട്ടുപോയ സംഖ്യയാണ് കണ്ടെത്താൻ പറഞ്ഞത്. ഇതിൻ്റെ ഇടയിലുള്ളൊരു സംഖ്യ. ഇതിനൊരു ശ്രേണി രൂപത്തിലാണ് വരുന്നത്, ഒരു തുടർച്ച ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ തുക വരുന്നത് 2 ആണ്. അത് 1 ക്യൂബ് പ്ലസ് 1 = 2 ഈ ഫോർമാറ്റിലാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തത് 9 ആണ്. അത് ഇതേപോലെ 2 ക്യൂബ് എത്രയാണ്? 8. 8നോട് 1 കൂട്ടിയാൽ 8 പ്ലസ് 1 എത്രയാണ്? 9. കണ്ടോ? അത് 2, ഇത് 9. ഇനി അടുത്തത് വരുന്നത് 3 ക്യൂബ് പ്ലസ് 1. 3ൻ്റെ ക്യൂബ് എത്രയാണ്? 27. 27നോട് 1 കൂട്ടിയാൽ എത്രയാണ്? 28. അടുത്തത്
ഈ വിട്ടുപോയ സംഖ്യ, ഇതിൻ്റെ തുടർച്ചയുള്ള സംഖ്യ, അതാണ് നമുക്ക് ആൻസർ കണ്ടെത്താനുള്ളത്. അപ്പോൾ 4 ക്യൂബ് പ്ലസ് 1, 4ൻ്റെ ക്യൂബ് എത്രയാണ്? 64. 4ൻ്റെ ക്യൂബ് 64 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 65. ഇങ്ങനെയാണ്. ഇതിൻ്റെ ബാക്കി ചെയ്യണമെന്നില്ല കേട്ടോ, കാരണം ഏകദേശം തുടർച്ചയായിട്ട് അതിനെ കിട്ടും. പിന്നെ നമുക്ക് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം. 5ൻ്റെ ക്യൂബ് 125 പ്ലസ് 1 126. കണ്ടോ, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ അടുത്തും കൂടി വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 65. അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റയാനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതൊരു ഭിന്നസംഖ്യ രൂപത്തിലാണെന്നുള്ളത്. 1/2, 3/4, 1, 1/4, 2, പിന്നെ അതിന് ശേഷം 3/4, അതിന് ശേഷം 4/4, അതിന് ശേഷം 5/4. ഇതിലൊന്ന് തെറ്റാണ്, അല്ലെങ്കിൽ ഒന്ന് ഒറ്റയാനാണ്. അപ്പോൾ അത് ഏതാണെന്നുള്ള വ്യത്യാസമായിട്ടുള്ള ഇരിക്കുന്നത് കണ്ടെത്തണം. ഈ രണ്ട് തുകകൾ തമ്മിലുള്ള വ്യത്യാസം, അരയും മുക്കാലും തമ്മിലുള്ള വ്യത്യാസം വരുന്നത് കാലാണ്, 1/4. അതിനുശേഷം വരുന്ന മുക്കാലാണ്. മുക്കാലും 1/4 തമ്മിലുള്ള വ്യത്യാസം വരുന്നത് അരയാണ്. അതിനുശേഷം വരുന്നത് 1/4 2ആണ്. 1/4 2 തമ്മിലുള്ള വ്യത്യാസം വരുന്നത് മുക്കാലാണ്. അതിൽ ഇത് ഇപ്പം തന്നെ ഒരു ശ്രേണി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, കാല്, അര, മുക്കാൽ. ഇതിലൊക്കെ എത്രയാണ് വ്യത്യാസം വരുന്നത്? കാലരയായി. അതിനുശേഷം ഇതൊരു കാല് വ്യത്യാസം വരുന്നുണ്ട്, അര മുക്കാലായി. ഇനി അടുത്ത് എത്രയായിരിക്കും? 1 ആയിരിക്കും വരിക. മുക്കാല് ഒരു കാല് കൂടി 1 ആയിരിക്കും വ്യത്യാസം വരിക. അപ്പോൾ എത്ര? 2ന് ശേഷം വരേണ്ടത് 3 ആയിരുന്നു, പക്ഷേ ഇവിടെ വന്നിട്ടുള്ള 3/4. ഇത് 3 നമ്മൾ വിചാരിച്ചാൽ, നമ്മളിപ്പോൾ ഈ ഒരു ശ്രേണി അനുസരിച്ച് 3 വരേണ്ടത്. ഇനിയിപ്പോൾ ബാക്കി അങ്ങനെ പോയാൽ ബാക്കിയൊക്കെ കറക്റ്റാകുമെന്ന് നമുക്ക് നോക്കാം. ഇത് 1 കിട്ടി. 1ന് ശേഷം അടുത്ത വ്യത്യാസം വരേണ്ടത് 1/4. അതെ 3ന് ശേഷം 1/4 കൂട്ടിയിട്ട് 4/4 അടുത്തത് വരുന്നത്. അപ്പോൾ ആ ശ്രേണി കറക്റ്റാണ്, ആ ഒരു പൊതുവ്യത്യാസത്തിലാണ് പോകേണ്ടത്. അപ്പോൾ ഇത് 1/4 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പൊതുവ്യത്യാസം വരേണ്ടത് 1.5 ഒരു കാല് കൂടി 1.5 വരണം. 4/4 1.5 കൂട്ടിയാൽ 5/4. അപ്പോൾ ഈ ശ്രേണി കറക്റ്റാണ്. ഒരു കാല് പൊതുവ്യത്യാസം വരുന്ന രീതിയിൽ മുകളിലെ ശ്രേണി പോകുന്നുണ്ട്. കാല്, അര, മുക്കാൽ, 1, 1/4, 1.5. ആ ഒരു വ്യത്യാസമാണ് ഇവിടെ വരേണ്ടത്. ഈ ഒരു തുകയ്ക്ക് മാത്രം 3/4, അതിന് മാത്രം കറക്റ്റായിട്ട് ആ ഒരു നിയമം പാലിക്കുന്നില്ല. അപ്പോൾ ഓപ്ഷൻ ബി 3/4 ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 77ാമത്തെ ക്വസ്റ്റ്യൻ. തുടർച്ചയായ 2 ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 68 ആയാൽ സംഖ്യകൾ ഏത്? ഓപ്ഷൻസ് വരുന്നത് എ 16, 18, ബി 14, 16, സി 18, 20, ഡി 12, 14. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ക്വയർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. 12ൻ്റെ 144, 14ൻ്റെ 196, 16ൻ്റെ 256, 18ൻ്റെ 324, 20ൻ്റെ 400. ഇനി ഇവ തമ്മിലുള്ള സ്ക്വയറുകളുടെ വ്യത്യാസം കാണാം. അപ്പോൾ ആദ്യം നമുക്കൊരു ബി എടുക്കാം, ഒരു ഓപ്ഷൻ എടുക്കാം, ബി. ആദ്യം 14ഉം 16ഉമാണ്. 14ൻ്റെ സ്ക്വയർ വരുന്നത് എത്ര? 196. അപ്പോൾ 196ഉം പിന്നെ 16ൻ്റെ സ്ക്വയർ വരുന്നത് 256. 256 മൈനസ് 196, ഇതിൻ്റെ വ്യത്യാസം വരുന്നത് 60. അപ്പോൾ ഓപ്ഷൻ ബി അല്ല. ഇതിൻ്റെ ഓപ്ഷൻ ബി അല്ലല്ലോ, 68 ഇതിൻ്റെ വ്യത്യാസം വരേണ്ടത്. അതുകൊണ്ട് ഇത് കിട്ടിയിരിക്കുന്ന എത്രയാണ്? 60. ആൻസർ അതല്ല വരുന്നത്. അപ്പോൾ അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. അടുത്ത ഓപ്ഷൻ വരുന്നത് 16ഉം 18ഉമാണ്. 16ൻ്റെ സ്ക്വയർ എത്ര വരുന്നത്? 256. പിന്നെ 18ൻ്റെ സ്ക്വയർ എത്ര വരുന്നത്? 324. ഈ 324 നിന്ന് 256 കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും? ഇത് 68 കിട്ടുന്നുണ്ട്. അപ്പോൾ ചോദ്യമായിട്ട് മാച്ചാണ്. 68 വ്യത്യാസം വരേണ്ടത്. 2 ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 68. അതെ, 2 ഇരട്ട സംഖ്യകളുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസം 68 വന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ, 16, 18. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 78ാമത്തെ. 24 പേരുള്ള ടീമിലെ ശരാശരി തൂക്കം 50 കിലോഗ്രാമാണ്. 40 കിലോഗ്രാം തൂക്കമുള്ള ഒരംഗം പോയി പകരം മറ്റു ഒരാൾ വന്നപ്പോൾ ശരാശരി തൂക്കം 1/2 കിലോഗ്രാം കൂടി. പുതുതായി വന്ന ആളുടെ തൂക്കം എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് വരുന്നത് 45, 50,
40, 52. 24 അംഗമുള്ള ഒരു ടീമാണ്. അതിൽ 50 കിലോഗ്രാമാണ് ഇവരുടെ ആവറേജ് വെയിറ്റ് വരുന്നത്. മൊത്തത്തിൽ അവരുടെ ഇത് 50 കിലോഗ്രാമാണ് വെയിറ്റ്. 24 ആളുകൾ. അപ്പം അവരുടെ മൊത്തം എണ്ണം ഇൻറ്റു അവരുടെ ആവറേജ് വെയിറ്റ് ഗുണിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മൊത്തം വെയിറ്റ് 24 പേരുടെ വെയിറ്റ് കിട്ടും. അപ്പോൾ 24 ഇൻറ്റു 50 ചെയ്തിട്ടുണ്ടെങ്കിൽ 1200 കിലോഗ്രാമാണ് ഇത്രയും പേരുടെ വെയിറ്റ്. അതിനുശേഷം ഒരാൾ പോയി, 40 കിലോഗ്രാം ഉള്ള ഒരാൾ ഇതിൽ നിന്നും വിട്ടുപോയി. അപ്പോൾ പുതിയ വെയിറ്റ് എത്രയാണ് വരുന്നത്? 1160 കിലോഗ്രാമാണ് നിലവിൽ 23 പേരുടെ വെയിറ്റ് വരുന്നത്. ഒരാൾ പോയല്ലോ, 23 പേരേ ഉള്ളൂ. പകരം മറ്റൊരാൾ വന്നിട്ടുണ്ട്. ആ പകരം മറ്റൊരാൾ വന്നാലാണ് അപ്പോൾ 23 ഒന്നുകൂടി വീണ്ടും 24 ആവില്ലേ? 24 ഇൻറ്റു അപ്പോൾ പുതിയ 1/2 കിലോഗ്രാം കൂടിയെന്ന് പറയണ്ടല്ലോ, 50നോട് 1/2 കിലോഗ്രാം കൂടിയതാണ് അവരുടെ പുതിയ ആവറേജ് വെയിറ്റ്. അപ്പോൾ 50 കിലോഗ്രാമാണ് അവരുടെ പുതിയ വെയിറ്റ്, 24 പേരുടെ വെയിറ്റ്. അപ്പോൾ പുതിയ അംഗം 24ാമത്തെ അംഗം വന്നതിന് ശേഷം ഇവരുടെ 50 കിലോഗ്രാം വെച്ചിട്ട് ഗുണിച്ചിട്ടുള്ള പുതിയ വെയിറ്റാണ് 1212 കിലോഗ്രാം എന്നുള്ളത്. അതിന് മുന്നേ ഒരാൾ പോയിട്ടുണ്ടായിരുന്നല്ലോ, 23 ആൾ ആയ സമയത്ത് ഉള്ള വെയിറ്റാണ് 1160. അതിനുശേഷം ഒരു പുതിയ ആൾ വന്നിട്ടുണ്ട്. അതിനുശേഷം വന്ന പുതിയ വെയിറ്റാണ് 24 ആളായി പുതിയ ആൾ വന്നതിന് ശേഷമുള്ള വെയിറ്റാണ് 1212. അപ്പോൾ ഇതിന് എത്ര വ്യത്യാസം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുതിയ ആളുടെ വെയിറ്റ് കിട്ടും. 1212 ആണല്ലോ ഈ 24 ആൾ ആയ ശേഷമുള്ള വെയിറ്റ്. അതിന് 23 ആൾ ആയിട്ട് ഒരാളായി കുറഞ്ഞ സമയത്തെ വെയിറ്റ്, അതൊരു 40 കിലോഗ്രാം ഉള്ള വെയിറ്റുള്ള ആൾ പോയ സമയത്തെ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ 52 കിട്ടും. ഈ 52 പുതുതായി വന്ന ആളുടെ വെയിറ്റ്, 52 കിലോഗ്രാം. അപ്പോൾ ഓപ്ഷനിൽ വരുന്നത് ഓപ്ഷൻ ഡി 52 ഇതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 79ാമത്തെ ക്വസ്റ്റ്യനാണ്. ഒരു ജോലി 6 ദിവസം കൊണ്ട് പി എന്നാൾ ചെയ്തു തീർക്കുന്നു. അതേ ജോലി ക്യു എന്നയാൾ 18 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നുവെങ്കിൽ രണ്ടുപേരും ചേർന്ന് ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീർക്കാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം ഒരാൾ ജോലി ചെയ്യുന്നു, അതിനുശേഷം മറ്റൊരാൾ ജോലി ചെയ്യുന്നു, എത്ര ദിവസം കൊണ്ട് ജോലി ചെയ്യുന്നു. അതിനുശേഷം രണ്ടുപേരും ചേർന്ന് ജോലി ചെയ്യുന്നു എങ്കിൽ അവർ രണ്ടുപേരും ചേർന്ന് ജോലി ചെയ്തു തീർക്കുന്ന ദിവസം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് A × B / A+B. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം A വരുന്നത് 6, B വരുന്നത് 18. രണ്ട് സംഖ്യകളാണല്ലോ തന്നുള്ളത്, അതായത് എയും ബിയും അതായിട്ട് എടുക്കുക. അപ്പോൾ ആദ്യം 6A, അതിനുശേഷം വരുന്നത് 18B ഡിവൈഡഡ് ബൈ A+B, അതായത് ഈ 6ഉം 18ഉം കൂട്ടുന്നു, 6 + 18. ഇത് 6 × 18 108 വരിക. അതിനുശേഷം ഇത് രണ്ടും കൂട്ടിയാൽ 24 വരും. 108ൽ 24 എത്ര ചെയ്ത് നോക്കാം, നമുക്ക് ഹരിച്ച് നോക്കാം. 108 ഹരിക്കണം 24, 4 തവണ 96, ഇഷ്ടം 12, 4.5 തവണയാണ് പോകുന്നത്. അപ്പോൾ 4.5 ദിവസം കൊണ്ടാണ് ഇവരിത് ചെയ്ത് തീർക്കുന്നത്. ഓപ്ഷൻ നോക്കാം നമുക്ക്, സി ആണ്. 4.5 ഇതാണ് ആൻസർ, ഓപ്ഷൻ സി. അടുത്ത അവസാനത്തെ ക്വസ്റ്റ്യനാണ് 80ാമത്തെ ക്വസ്റ്റ്യൻ. ഒരാൾ ഒരിടത്തേക്ക് സൈക്കിളിൽ പോകാനും തിരിച്ച് നടന്നു പോകാനും 10 മണിക്കൂർ, ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും 10 മണിക്കൂർ എടുത്തു. 2 യാത്രയും സൈക്കിളിലായിരുന്നെങ്കിൽ 4 മണിക്കൂർ ലാഭിക്കാമായിരുന്നു. എങ്കിൽ 2 യാത്രയും നടന്നു പോകാൻ എത്ര സമയം എടുക്കും? 8 മണിക്കൂറുണ്ട്, 14 മണിക്കൂറുണ്ട്, 16 മണിക്കൂറുണ്ട് ഓപ്ഷനിൽ. ഒരാൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക്, ഇത് എയിൽ നിന്ന് ബിയിലേക്കെന്ന് വിചാരിക്കാം, നടന്നു പോകാനും സൈക്കിളിൽ പോകാനും, ഒരിടത്തേക്ക് സൈക്കിളിൽ പോകുന്നെങ്ങനെയാണ്? സൈക്കിളിൽ തിരിച്ച് നടന്നു പോകാനും, തിരിച്ച് നടന്നിട്ടാണ് പോകുന്നത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. തിരിച്ച് നടന്ന് ഇങ്ങോട്ട് വരുന്നത് നടന്നിട്ട്, പോകുന്നത് സൈക്കിളിൽ. അങ്ങനെ മൊത്തത്തിൽ 10 മണിക്കൂറാണ് അയാൾ എടുക്കുന്നത്. 2 മണിക്കൂറും 2 യാത്രയും സൈക്കിളിലായിരുന്നുവെങ്കിൽ അയാൾ എടുക്കുന്ന സമയം മൊത്തം 4 മണിക്കൂർ ലാഭം ഉണ്ടായിരുന്നു. അതായത് അയാളിപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നതും അയാൾ സൈക്കിളിലായിരുന്നുവെങ്കിൽ തിരിച്ചു വരുന്നതും സൈക്കിളിലായിരുന്നുവെങ്കിൽ
4 മണിക്കൂർ ലാഭിക്കായിരുന്നു. മൊത്തം 6 മണിക്കൂർ കൊണ്ട്, അതായത് 10 മണിക്കൂറാണ് മൊത്തം എടുത്ത്, അതിൽ നിന്ന് 4 മണിക്കൂർ ലാഭിച്ച് 6 മണിക്കൂർ കൊണ്ട് അയാൾ എത്തുമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാനും 3 മണിക്കൂർ, ഇങ്ങോട്ട് വരാനും 3 മണിക്കൂർ, അങ്ങനെയല്ലേ? അങ്ങനെയാണെങ്കിൽ 6 മണിക്കൂർ വന്നുള്ളൂ. അപ്പോൾ 3 മണിക്കൂർ അങ്ങോട്ട് പോകാനും 3 മണിക്കൂർ ഇങ്ങോട്ട് വരാനും സൈക്കിളിൽ. അങ്ങനെയെങ്കിൽ ആദ്യം പോയത് 10 മണിക്കൂറാണല്ലോ, അതിൽ അങ്ങോട്ട് പോയത് ആ സൈക്കിളിലാണ്, ഇങ്ങോട്ട് വന്നത് നടന്നുമാണ്. അപ്പോൾ അങ്ങോട്ട് പോയത് എത്രയായിരിക്കും? 3 മണിക്കൂർ. അങ്ങനെയെങ്കിൽ തിരിച്ച് നടന്ന് വന്നത് 7 മണിക്കൂറാവില്ലേ? കാരണം 10 മണിക്കൂറാണ് മൊത്തം എടുത്തത്, അതിൽ 3 മണിക്കൂർ എടുത്ത് സൈക്കിളിൽ പോയി, ബാക്കി 7 മണിക്കൂർ കൊണ്ടാണ് അയാൾ തിരിച്ച് നടന്നത് അല്ലേ? അപ്പോൾ അയാൾ ഇങ്ങോട്ട് വരാൻ മാത്രം ഒരു സൈഡ് മാത്രം ഇങ്ങോട്ട് 7 മണിക്കൂർ എടുത്തു. അപ്പോൾ അയാൾ ചോദിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ, രണ്ട് യാത്രയും നടന്നു പോകാനാണെങ്കിൽ എത്ര സമയം എടുക്കും? ഇതാണല്ലോ നടന്നു പോയത് അല്ലേ? ഇതാണ് നടന്നു വന്നത് 7 മണിക്കൂർ ഒരു സൈഡ്. അപ്പോൾ അയാൾ അങ്ങോട്ട് 7 മണിക്കൂർ ഇങ്ങോട്ട് 7 മണിക്കൂർ എടുത്ത് 14 മണിക്കൂർ കൊണ്ടാണ് അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നെത്തിയിട്ടുണ്ടാവുക. ഓപ്ഷൻ ബി 14 ആൻസർ.